ഹലോ സ്റ്റുഡൻസ്. സോ ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സൂപ്പർ എന്ന് പറയുന്നൊരു കീവേഡിനെ പറ്റിയിട്ടാണ്. ഈ സൂപ്പർ കീവേഡ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിലാണ്. സോ എങ്ങനെയൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. സോ നമ്മൾ നേരത്തെ കണ്ടു, നമ്മൾ ഡിറൈവ് ക്ലാസ്സസ് ഉണ്ടാക്കിയല്ലോ. നമ്മളൊരു പാരൻറ്റ് ക്ലാസ് വെച്ചിട്ട് ഡിറൈവ് ക്ലാസ്സസ് ഉണ്ടാക്കി. ലൈക്ക് ബോക്സ് എന്ന് പറഞ്ഞ ക്ലാസ് വെച്ച് നമ്മൾ ബോക്സ് വെയിറ്റ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ടാക്കി അല്ലേ. ബോക്സ് ഒരു പാരൻറ്റ് ക്ലാസ് ആയിരുന്നു. അതിൽ നിന്ന് നമ്മൾ ഒരു ബോക്സ് വെയിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഡിറൈവ് ക്ലാസ് അല്ലെങ്കിൽ ചൈൽഡ് ക്ലാസ് ഉണ്ടാക്കി വെച്ചു. പക്ഷെ അതൊക്കെ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതിൻ്റെ അകത്ത് ഇപ്പം നമുക്ക് നോക്കാം അത്. ഓക്കെ, അത് അത്രത്തോളം എഫിഷ്യൻ്റ്ലി അല്ല ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം അത്. ഓക്കെ, ലെറ്റ് മീ ഷോ യു. സോ ബോക്സ് വെയിറ്റ് ഇതാണല്ലേ. ദിസ് വാസ് ബോക്സ് വെയിറ്റ്. ദിസ് ഇസ് ബോക്സ് ആൻഡ് ദിസ് ഇസ് ബോക്സ് വെയിറ്റ്. ദിസ് ഇസ് ബോക്സ് വെയിറ്റ്. ദിസ് ഇസ് ബോക്സ്. ഇത് ബോക്സും ഇതാണ് പാരൻറ്റ് ക്ലാസ്. ഇതാണ് ചൈൽഡ് ക്ലാസ്, റൈറ്റ്. ഈ പാരൻറ്റ് ക്ലാസ്സിൻ്റെ ചൈൽഡ് ക്ലാസ് ആണ് ബോക്സ് വെയിറ്റ്, റൈറ്റ്. ഇനി അതിൻ്റെ അകത്ത് നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ ഇവിടെ കൺസ്ട്രക്ടർ നോക്കിക്കോളൂ. ബോക്സ് വെയിറ്റ് എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ കൺസ്ട്രക്ടർ. ഈ കൺസ്ട്രക്ടറിൽ നിങ്ങൾ കാണാം ഈ WHD, അതായത് വിഡ്ത്ത്, ഹൈറ്റ് ആൻഡ് ഡെപ്ത്. ഈ 3 ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ ഡേറ്റ ആക്ച്വലി അതിൻ്റെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് ബോക്സ് ക്ലാസ്സിൻ്റെതാണ്. അത് ഓൺ ചെയ്യുന്നത് ബോക്സ് ക്ലാസ് ആണ്. പക്ഷെ അത് ഇവിടെ നിന്ന് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് അതിൻ്റെ ചൈൽഡ് ക്ലാസ്, ബോക്സ് ക്ലാസ്സിൻ്റെ ചൈൽഡ് ക്ലാസ് ആണ് ബോക്സ് വെയിറ്റ്. അതിൻ്റെ കൺസ്ട്രക്ടറിൻ്റെ അകത്തുനിന്ന് അതിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നു. വിഡ്ത്ത്, ഹൈറ്റ്, ഡെപ്ത് ആക്സസ് ചെയ്യാൻ പറ്റുന്നു. അതിൻ്റെ അകത്തോട്ട് വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുക്കാനും പറ്റുന്നു. ഈ കാര്യം നമ്മൾ ഓൾറെഡി ഇവിടെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബോക്സ് ക്ലാസ്സിൻ്റെ കൺസ്ട്രക്ടർ, ബോക്സ് ക്ലാസ് ഇതാണ്, റൈറ്റ്. ബോക്സ് ക്ലാസ് ഇതാണ്. ഇതിൻ്റെ കൺസ്ട്രക്ടറിൽ നമ്മൾ ഓൾറെഡി, ഇതിന് ഒരുപാട് കൺസ്ട്രക്ടേഴ്സ് ഉണ്ട്. അതായത് ഒരു കൺസ്ട്രക്ടർ ഇതിൻ്റെ അകത്ത് നമ്മൾ ഓൾറെഡി ഇതിന് ഈ വിഡ്ത്ത്, ഹൈറ്റ്, ഡെപ്ത് ഒക്കെ അതിൻ്റെ വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, റൈറ്റ്. സോ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മളത് സെയിം കോഡ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാണ്. ഇവിടെ നമ്മൾ സെയിം കോഡാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, റൈറ്റ്. ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സും ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതൊരു ക്വസ്റ്റ്യനാണ്. ഇതിൻ്റെ ആവശ്യം ശരിക്കും ഇല്ല. ബിക്കോസ് ഓൾറെഡി ഈ അസൈൻമെൻറ്റ്സ്, ഈ പറഞ്ഞ അസൈൻമെൻറ്റ്സ് ഒക്കെ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ട് ഓൾറെഡി അതിൻ്റെ പാരൻറ്റ് ക്ലാസ്സിൻ്റെ കൺസ്ട്രക്ടറിൻ്റെ അകത്തുണ്ട്. അത് യൂസ് ചെയ്താൽ പോരെ? എന്തിനാണ് നമ്മളത് ആ കോഡ് വീണ്ടും ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്? സോ ദിസ് ഈസ് സംതിങ് ദാറ്റ് വി ആർ ഡൂയിങ്. വി മേ ബി ഡൂയിങ് ഇറ്റ് റൈറ്റ്. ദാറ്റ് മീൻസ് ഇറ്റ് ഡസൻറ്റ് കോസ് എനി എറർ. നമ്മളെ കമ്പൈലേഷൻ ടൈമൊന്നും എററൊന്നും വരുന്നില്ലെങ്കിലും ബട്ട് ആക്ച്വലി അതിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ദിസ് ഈസ് നോട്ട് റിക്വയർഡ് ആക്ച്വലി. ഇതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ആ പാരൻറ്റ് ക്ലാസ്സിൻ്റെ കൺസ്ട്രക്ടർ ഉണ്ടല്ലോ, ഓൾറെഡി ഈ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കൺസ്ട്രക്ടർ ഉണ്ടല്ലോ, ആ കൺസ്ട്രക്ടറിനെ നമുക്ക് ഇവിടെ വെച്ച് വിളിച്ചാൽ മതി. ഈ ബോക്സ് വെയിറ്റ് എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ കൺസ്ട്രക്ടറാണല്ലോ ഇത്. ഈ കൺസ്ട്രക്ടറിൻ്റെ അകത്തുനിന്ന് നമ്മൾ പാരൻറ്റ് ക്ലാസ്സിൻ്റെ കൺസ്ട്രക്ടറെ വിളിച്ചാൽ മതി. ഓക്കെ, റൈറ്റ്. എന്നിട്ട് ഈ ക്ലാസ്സിൽ എന്താണോ ആവശ്യം അത് മാത്രം ഇവിടെ ചെയ്യുക. അതാണ് ഇതല്ലേ, ദിസ് തിങ്. ഇത് ഈ പെർട്ടിക്കുലർ ബോക്സ് വെയിറ്റ് എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ ഡേറ്റയാണ് ഈ വെയിറ്റ് അല്ലേ. ആ ഡേറ്റ മാത്രം ഇനീഷ്യലൈസ് ചെയ്യാനുള്ള പണി ഈ ക്ലാസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഈ ക്ലാസ്സിൻ്റെ കൺസ്ട്രക്ടർ ചെയ്താൽ മതി. എന്തിനാണ് അതിൻ്റെ പാരൻറ്റ് ക്ലാസ്സിൻ്റെ ഡേറ്റ ഇനീഷ്യലൈസ് ചെയ്യുന്ന പണി ഇത് ചെയ്യുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. പാരൻറ്റ് ക്ലാസ് ഓൾറെഡി കൺസ്ട്രക്ടേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡേറ്റ ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എന്തിനാണ് നമ്മളതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ആവശ്യം? നമ്മളെ ഡേറ്റ ഇനീഷ്യലൈസ് ചെയ്യേണ്ട ഉത്തരവാദിത്തം മാത്രം ഏറ്റെടുക്കുക. ബാക്കി പാരൻറ്റ് ക്ലാസ് എൻ്റെ കൺസ്ട്രക്ടർ വഴി തന്നെ നമുക്ക്
പാരന്റ് ക്ലാസ്സിൻ്റെ ഡേറ്റ, പാരന്റ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റിൻ്റെ ഡേറ്റ നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യാം. ഓക്കെ, പാരന്റ് ക്ലാസ് നമുക്ക് തരുന്ന ഡേറ്റ നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യാം. പാരന്റ് ക്ലാസ് വഴി തന്നെ ഇനീഷ്യലൈസ് ചെയ്യാം. നമ്മൾ അത് ഇനീഷ്യലൈസ് ചെയ്യാനുള്ള കോഡ് എഴുതേണ്ട ആവശ്യമില്ല. നമ്മളെന്ന് വെച്ചാൽ ബോക്സ് വെയിറ്റ് എന്ന് പറയുന്ന ചൈൽഡ് ക്ലാസ്. ഓക്കെ, സോ അതാണ് ഇവിടെ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സൂപ്പർ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യാൻ പോകുന്നത്. സോ വിൽ സി ഇൻ ദ പ്രിസീഡിങ് എക്സാമ്പിൾസ്, classes derived from box were not implemented as efficiently or as robustly as they could have been. നമ്മൾ അത്രത്തോളം എഫിഷ്യൻ്റായിട്ടും റോബസ്റ്റായിട്ടും ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്. ബോക്സ് വെയിറ്റ്സ് എന്ന് പറയുന്ന ക്ലാസ് അത്രത്തോളം എഫിഷ്യൻ്റ് അല്ല എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ, ഫോർ എക്സാമ്പിൾ, ദ കൺസ്ട്രക്ടർ ഫോർ ബോക്സ് വെയിറ്റ് explicitly initializes the width, height and depth fields of box. ബോക്സ് വെയിറ്റിൻ്റെ കൺസ്ട്രക്ടർ, ബോക്സ് വെയിറ്റ് ക്ലാസിൻ്റെ കൺസ്ട്രക്ടർ എന്തിനാണ് വിഡ്ത്ത്, ഹൈറ്റ്, ഡെപ്തിനെ ഇനീഷ്യലൈസ് ചെയ്യേണ്ട ആവശ്യം? വിച്ച് ആർ ഫീൽഡ്സ് ഓഫ് ബോക്സ് എന്ന് പറയുന്ന ക്ലാസിൻ്റെ കൺസ്ട്രക്ടർ ഉണ്ടല്ലോ, അതുവഴി ഇനീഷ്യലൈസ് ചെയ്താൽ പോരെ? അത് ഓൾറെഡി അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഡ് ബോക്സ് എന്ന് പറഞ്ഞ ക്ലാസിൻ്റെ കൺസ്ട്രക്ടർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ, റൈറ്റ്? സോ നോട്ട് ഓൺലി ഡസ് ദിസ് ഡ്യൂപ്ലിക്കേറ്റ് കോഡ്, ശരിക്കും കോഡ് ഡ്യൂപ്ലിക്കേഷനാണ് നമ്മളവിടെ ചെയ്തത് അല്ലേ, ഫൗണ്ട് ഇൻ ഇറ്റ് സൂപ്പർ ക്ലാസ്സിൽ ഓൾറെഡി ആ കോഡ് ഉണ്ട്, ആ ഇനീഷ്യലൈസ് ചെയ്യുന്ന കോഡ്, റൈറ്റ്? ഐ ഹാവ് ഷോൺ യു. യു ക്യാൻ സീ ദിസ് കോഡ് ഇസ് ഓൾറെഡി ദർ ഇൻ ദി സൂപ്പർ ക്ലാസ്. ഈ കോഡ് സൂപ്പർ ബോക്സ് ക്ലാസ്സിൻ്റെ അകത്ത് ഓൾറെഡി ഉണ്ട്. പിന്നെ നമ്മൾ എന്തിനാണ് അത് ബോക്സ് വെയിറ്റിൻ്റെ അകത്ത് ഇത് ചെയ്യേണ്ട ആവശ്യം, റൈറ്റ്? വൈ ഡു വി ഹാവ് ടു ഡു ഇറ്റ് ഹിയർ? ഇത് ഓൾറെഡി അവിടെ ഉണ്ട്. സോ ദിസ് ഇസ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് കോഡ്. സോ ഈ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് കോഡ് ഒഴിവാക്കുന്നത് എങ്ങനെയാണ്? സോ നോട്ട് ഓൺലി ഡസ് ദിസ് ഡ്യൂപ്ലിക്കേറ്റ് കോഡ് ഫൗണ്ട് ഇൻ സൂപ്പർ ക്ലാസ് വിച്ച് ഇസ് ഇൻഎഫിഷ്യൻറ്റ്, ബട്ട് it implies that a subclass must be granted access to these members. So duplication of code എന്ന് പറയുന്നത് അതൊരു ഇൻഎഫിഷ്യൻറ്റ് തിങ് ആണ്. അത് കൂടാതെ വേറൊരു കാര്യം കൂടിയുണ്ട് അവിടെ. സബ് ക്ലാസ്സിന് സൂപ്പർ ക്ലാസ്സിൻ്റെ മെമ്പേഴ്സ് ആക്സസ് ചെയ്യാൻ പറ്റിയാൽ മാത്രമല്ലേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, റൈറ്റ്? സബ് ക്ലാസ്സിന് സൂപ്പർ ക്ലാസ്സിൻ്റെ മെമ്പേഴ്സ് ആക്സസിബിൾ ആയിരിക്കണം, റൈറ്റ്? ഇൻ ഓർഡർ ടു ഡു ദിസ്, ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ദിസ് ഇനീഷ്യലൈസേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാരാണ്? ദിസ് ഇസ് സബ് ക്ലാസ് അല്ലേ? ഈ ബോക്സ് വെയിറ്റ് എന്ന് പറയുന്നത് സബ് ക്ലാസ് ഇൻ ബോക്സ് വെയിറ്റ്, ഈ ഒരു പെർട്ടിക്കുലർ കൺസ്ട്രക്ടർ, ദിസ് ഇസ് ആക്ച്വലി കൺസ്ട്രക്ടർ ഓഫ് സബ് ക്ലാസ് ഓർ ഡിറൈവ് ക്ലാസ്, റൈറ്റ്? സോ ഇതിങ്ങനെ ബോക്സ് എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ ഡേറ്റ ആക്സസ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ, ഇവിടെ പറ്റുന്നുണ്ട്, ഇത് പറ്റണമെന്നുണ്ടെങ്കിൽ അത് ആക്സസിബിലിറ്റി കൊടുത്താലല്ലേ പറ്റുള്ളൂ. അതെങ്ങനെ ഏതെങ്ങനെ ചെയ്യുക? ബോക്സ് ക്ലാസ്സിൻ്റെ ഈ ആട്രിബ്യൂട്ട്സ് എപ്പോഴും എന്തായിരിക്കണം? ഒന്നുകിൽ പബ്ലിക് ആട്രിബ്യൂട്ട് ആയിരിക്കണം, അല്ലെങ്കിൽ ഡീഫോൾട്ട് എന്ന് പറയുന്ന ആക്സസ് സ്പെസിഫയർ ആയിരിക്കണം, വേർ വി ഡോണ്ട് സ്പെസിഫൈ എനിത്തിങ്. ഡീഫോൾട്ട് എന്ന് പറയുമ്പം ഇത് ഡീഫോൾട്ടാണ് ആക്ച്വലി, അല്ല? ഇവിടെ നമ്മളൊന്നും കൊടുത്തിട്ടില്ല. സോ നമ്മൾ പറയായിരുന്നു, സബ് ക്ലാസ്സിന് അല്ലെങ്കിൽ ഡിറൈവ് ക്ലാസ്സിന് പാരന്റ് ക്ലാസ്സിൻ്റെ ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ ഡേറ്റ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാരന്റ് ക്ലാസ്സിൻ്റെ മെമ്പേഴ്സ് ഒന്നുകിൽ പബ്ലിക് ആക്സസ് സ്പെസിഫയർ ആയിരിക്കണം, അല്ലെങ്കിൽ ഡീഫോൾട്ട് ആക്സസ് സ്പെസിഫയർ ആയിരിക്കണം. സോ ഈ കേസിൽ ഇത് ഡീഫോൾട്ട് ആക്സസ് സ്പെസിഫയർ ആണ്. അതുകൊണ്ടാണ് നമുക്കിത് ബോക്സ് വെയിറ്റിൻ്റെ അകത്തുനിന്ന് അത് ആക്സസ് ചെയ്യാൻ പറ്റുന്നതും. ഓക്കെ, റൈറ്റ്? ചില സമയത്ത് അത് പാരന്റ് ക്ലാസ് മറ്റുള്ളവർക്ക് അവൈലബിൾ ആക്കി കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ചില സമയത്ത് അത് പ്രൈവറ്റ് ആക്കിയിട്ടാണ് ഈ ഡേറ്റ മെമ്പേഴ്സ് ഡിക്ലെയർ ചെയ്തതെങ്കിൽ, ഓക്കെ, ഈ വിഡ്ത്തും ഹൈറ്റും ഡെപ്തും പ്രൈവറ്റ് ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തതെങ്കിൽ നമുക്ക് വിഡ്ത്തും ഹൈറ്റും ഡെപ്തും മറ്റ് ക്ലാസ്സസ് ഒന്നും ആക്സസ് ചെയ്യാൻ പറ്റില്ല. അതായത് മറ്റ് ക്ലാസ് പറഞ്ഞാൽ ഈവൻ ബോക്സ് വെയിറ്റ് ഈസ് എ സെപ്പറേറ്റ് ക്ലാസ് അല്ലേ? ബോക്സ് വെയിറ്റിൻ്റെ അകത്തൊന്നും നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇഫ് ഇറ്റ് ഇസ് മെയ്ഡ് ആസ് പ്രൈവറ്റ്. ഓക്കെ, പക്ഷേ നമ്മൾ പിന്നെ പഠിക്കും, വിൽ ബി ഡിസ്കസിങ് ഇൻഹെറിറ്റൻസിൻ്റെ കേസിൽ യൂഷ്വലി വി വാണ്ടഡ് ദ ചൈൽഡ് ക്ലാസ് ഓൾസോ ടു ആക്സസ് ദി ആട്രിബ്യൂട്ട്സ് ഓഫ് പാരൻറ്റ്. നമുക്ക് ചിലപ്പം പാരൻറ്റ് അതൊക്കെ ചൈൽഡിന് കിട്ടിക്കോട്ടെ എന്നുള്ള ഒരു ചിന്തയാണെങ്കിൽ ദെൻ ഡീഫോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് മാക്സിമം
പോലെയാണ്. അതായത് ഒരു പാക്കേജിൻ്റെ അകത്തിൽ എല്ലാവർക്കും അത് യൂസ് ചെയ്യാൻ പറ്റും. അത്ര കൊടുക്കണമെന്നില്ല. ഡീഫോൾട്ട് കൊടുക്കുന്നതിന് പകരം അതിൻ്റെ ചൈൽഡ് ക്ലാസ്സിനെങ്കിലും യൂസ് ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഗിവ് ദ ആക്സസ് സ്പെസിഫയർ ആസ് പ്രൊട്ടക്റ്റഡ്. അത് നമ്മൾ പിന്നെ പഠിക്കും. തൽക്കാലം ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നേ ഉള്ളൂ. സോ പ്രൈവറ്റാണ് യൂഷ്വലി കൊടുക്കുക. എല്ലാവരും പ്രൈവറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ആ ക്ലാസ്സിൻ്റെ അകത്ത് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ആട്രിബ്യൂട്ട്സ് ഒക്കെ അതിൻ്റെ അകത്ത് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ മെത്തേഡ്സ് ഒക്കെ യൂഷ്വലി ഡീഫോൾട്ട് ആക്സസ് സ്പെസിഫയർ അല്ലെങ്കിൽ പബ്ലിക് ആക്സസ് സ്പെസിഫയർ ആയിരിക്കും. മെത്തേഡ്സ് പുറത്തുള്ള ആൾക്കാർക്ക് അവൈലബിൾ ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് തന്നെ. സോ അതിനൊരിക്കലും പ്രൈവറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് വലിയ വാല്യൂ ഇല്ല. പ്രൈവറ്റ് ആക്കി കൊടുക്കുന്നതാണെങ്കിൽ അതിൻ്റെ കാര്യമില്ല. ഓക്കെ, സോ യൂഷ്വലി പബ്ലിക് അല്ലെങ്കിൽ ഡീഫോൾട്ടാണ് മെത്തേഡ്സിൻ്റെ കേസിൽ ആക്സസ് സ്പെസിഫയർ ഉണ്ടാവുക. ഈ ഡേറ്റ മെമ്പേഴ്സിൻ്റെ കേസിലാണ് പ്രൈവറ്റ് ആക്സസ് സ്പെസിഫയർ ഉണ്ടാവുക. ദറ്റ് ഹെൽപ്ഡ് ഇൻ ഇൻഫർമേഷൻ ഹൈഡിങ് ഓൾസോ. ഒരു ക്ലാസ്സിൻ്റെ ഡേറ്റ മറ്റ് ക്ലാസ്സസിൽ അവൈലബിൾ ആക്കി കൊടുക്കാതിരിക്കുമ്പോൾ അത് ഇൻഫർമേഷൻ ഹൈഡിങ്ങിന് ഹെൽപ്പ് ചെയ്യും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് മറ്റുള്ളവർ ആക്സസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഒരു കാര്യം നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു. ഇവിടെ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തുമ്പം ഇത് ഇവിടെ മാത്രം ഒതുങ്ങും. ആ ചേഞ്ചസ് ഇവിടെ മാത്രം ഒതുങ്ങും ഇഫ് ഇറ്റ് ഇസ് മെയ്ഡ് പ്രൈവറ്റ്. അല്ലാതെ പബ്ലിക് അല്ലെങ്കിൽ ഡീഫോൾട്ട് ആണെങ്കിൽ അത് യൂസ് ചെയ്യുന്നത് എവിടെയൊക്കെയാണെന്ന് കണ്ടുപിടിക്കേണ്ടി വരും. അവിടെയൊക്കെ നമ്മൾ ആ കറസ്പോണ്ടിങ് ചേഞ്ചസ് വരുത്തേണ്ടി വരും. സോ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇൻഫർമേഷൻ ഹൈഡിങ് എന്ന് പറയുന്നൊരു വെരി ഗുഡ് പ്രാക്ടീസ്. ഇറ്റ് ഈസ് ഫോളോഡ് ഇൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് വേർ എ ക്ലാസ്സസ് ഡേറ്റ മെമ്പേഴ്സ് ആർ ആക്സസ് ബൈ ഓൺലി ദാറ്റ് ക്ലാസ്. ആ ക്ലാസ്സിൻ്റെ അകത്തുള്ള മെത്തേഡ്സിന് മാത്രമേ അത് ആക്സസ് ചെയ്യാൻ അനുവാദം കൊടുക്കാറുള്ളൂ. ഓക്കെ, പക്ഷേ നിർബന്ധമില്ല. ഇഫ് യു വാണ്ട് യു ക്യാൻ മേക്ക് ഇറ്റ് ആക്സസിബിൾ ടു അതേഴ്സ് ഓൾസോ. സോ അതുകൊണ്ടാണ് ഇവിടെയൊക്കെ ഡീഫോൾട്ട് ആക്സസ് സ്പെസിഫയർ എന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ പറയായിരുന്നു നമ്മളെ ബോക്സ് വെയ്റ്റ് എന്ന് പറഞ്ഞ ചൈൽഡ് ക്ലാസ്സിൻ്റെ അകത്ത് ബോക്സ് ക്ലാസ് എന്ന പാരന്റ് ക്ലാസ്സിൻ്റെ വിഡ്ത്ത് ഹൈറ്റ് ഡെപ്ത് എന്ന ആട്രിബ്യൂട്ട്സ് ആക്സസ് ചെയ്യുന്നത് അത് ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യുന്നത് ചില സന്ദർഭങ്ങളിൽ ചിലപ്പോൾ നമുക്ക് അത് അനുവദിക്കാൻ പറ്റണമെന്നില്ല. ഓക്കെ, ചൈൽഡ് ക്ലാസ്സിന് പാരന്റ് ക്ലാസ്സിൻ്റെത് കിട്ടാനുള്ള അർഹതയൊക്കെ ഉണ്ടെങ്കിലും ഇൻഫർമേഷൻ ഹൈഡിങ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ വളരെ സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുന്നതാണെങ്കിൽ ഈവൻ ചൈൽഡ് ക്ലാസ്സിന് പോലും ആട്രിബ്യൂട്ട്സ് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അങ്ങനെ ആകുമ്പം there will be times when you will want to create a super class that keeps the details of its implementation to itself. അതായത് ഡേറ്റ മെമ്പേഴ്സ് പ്രൈവറ്റ് ആക്കുന്ന, നേരത്തെ പറഞ്ഞല്ലോ, ഡേറ്റ മെമ്പേഴ്സ് പ്രൈവറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ ക്ലാസ്സിൻ്റെ അകത്ത് അത് ആക്സസിബിൾ ആയിട്ടുണ്ടാവുള്ളൂ. In this case, there would be no way for a subclass to directly access or initialize these variables on its own. So, അങ്ങനെയുള്ള സാഹചര്യത്തിൽ പ്രൈവറ്റ് ഡേറ്റ മെമ്പേഴ്സ് ആണ് സൂപ്പർ ക്ലാസ്സിൻ്റെതെങ്കിൽ സബ് ക്ലാസ്സിൻ്റെ അകത്ത് നമുക്ക് ഒരിക്കലും നേരത്തെ പറഞ്ഞ പോലെ പറ്റില്ല. ഇത് പറ്റില്ല സബ് ക്ലാസ്സിൻ്റെ അകത്തുനിന്ന്. ബിക്കോസ് വിഡ്ത്ത് ഹൈറ്റ് ഡെപ്ത് ഇവിടെ നമുക്ക് ആക്സസ് ചെയ്യാനേ പറ്റില്ല. ബിക്കോസ് ഇറ്റ് ഇസ് പ്രൈവറ്റ് ഫോർ ദി സൂപ്പർ ക്ലാസ്. സൂപ്പർ ക്ലാസ്സിൻ്റെ പ്രൈവറ്റ് വേരിയബിൾസ് ആണ് ഇതൊക്കെ. ഈ വേരിയബിൾസ് നമുക്ക് സബ് ക്ലാസ്സിൻ്റെ അകത്ത് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ കോഡ് വർക്ക് ചെയ്യില്ല. ദിസ് കോഡ് വിൽ നോട്ട് വർക്ക്. ഓക്കെ, സോ അതുകൊണ്ട് വാട്ട് വി ഹാവ് ടു ഡു ഇസ് നമ്മൾ സൂപ്പർ ക്ലാസ്സിൻ്റെ ഡേറ്റ നമ്മൾ സബ് ക്ലാസ്സിൽ നിന്ന് ആക്സസ് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാം, സൂപ്പർ ക്ലാസ്സിൻ്റെ കൺസ്ട്രക്ടർ നമുക്ക് ഇവിടെ നിന്ന് വിളിക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് സൂപ്പർ കീവേഡ് യൂസ് ചെയ്യാം. സൂപ്പർ കീവേഡ് യൂസ് ചെയ്തിട്ട് സൂപ്പർ ക്ലാസ്സിൻ്റെ നമുക്ക് ഏത് കൺസ്ട്രക്ടറും വിളിക്കാം. ഒരുപാട് കൺസ്ട്രക്ടേഴ്സ് സൂപ്പർ ക്ലാസ്സിനുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആർഗ്യുമെൻറ്റ്സ് എന്താണോ അതിനനുസരിച്ച് ഏതാണോ കൺസ്ട്രക്ടർ അത് വിളിച്ചോളും. സോ നമ്മൾ ഈ കൺസ്ട്രക്ടറാണ് വിളിക്കുകയെങ്കിൽ ഈ കൺസ്ട്രക്ടറിന് സൂപ്പർ ക്ലാസ്സിൻ്റെ കൺസ്ട്രക്ടറല്ലേ ഇത്, വിഡ്ത്ത് ഹൈറ്റ് ഡെപ്ത് ഈ 3 ആർഗ്യുമെൻറ്റ്സും പാസ് ചെയ്യുന്ന ഈ കൺസ്ട്രക്ടറിലോട്ട് പാസ് ചെയ്താൽ നമുക്കത് ആ ആട്രിബ്യൂട്ട്സ് ഒക്കെ ഇനീഷ്യലൈസ് ചെയ്ത് കിട്ടും. റൈറ്റ്, സോ ആ 3 ആർഗ്യുമെൻറ്റ്സും പാസ് ചെയ്യുന്നതാണെങ്കിൽ സോ നമ്മളിവിടെ ഓക്കെ സോ ഇവിടെ നമ്മൾ ഈ കോഡ് കൊടുക്കുന്നതിന് പകരം ഈ കോഡ് ഡിലീറ്റ് ദിസ് കോഡ്, ഈ 3 ലൈൻസും ദിസ് വൺ ഈ 3 ലൈൻസും ഡിലീറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, സോ സൂപ്പർ ക്ലാസ്സിൻ്റെ ആ വേരിയബിൾസ് ആക്സസ് ചെയ്യുന്ന ഈ കോഡ് ഉണ്ടല്ലോ, ദീസ് 3 ഇൻസ്ട്രക്ഷൻസ്, അത് നമ്മൾ റിമൂവ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിന് പകരം നമ്മൾ സൂപ്പർ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തിട്ട് സൂപ്പർ ക്ലാസ്സിൻ്റെ കൺസ്ട്രക്ടർ വിളിക്കും.
ഇങ്ങനെ വിളിക്കുക. ഓക്കെ, സോ ഇങ്ങനെ വിളിക്കാം. ഓക്കെ, സോ എന്ത് സംഭവിക്കും? ഈ ഈ WHD ഈ 3 ആർഗ്യുമെൻസും ആർക്കാണ് പാസ് ചെയ്ത് കൊടുക്കുന്നത്? സൂപ്പർ ക്ലാസിൻ്റെ കൺസ്ട്രക്ടറിലോട്ടാണ് പാസ് ചെയ്ത് കൊടുക്കുന്നത്. സോ ആ ഇനീഷ്യലൈസേഷൻ ആര് ചെയ്തോളും? സൂപ്പർ ക്ലാസിൻ്റെ കൺസ്ട്രക്ടർ ചെയ്തോളും. സബ് ക്ലാസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സബ് ക്ലാസ് എന്ത് ചെയ്താൽ മതി? അവനവൻ്റെ വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്യേണ്ട പണി മാത്രം എടുത്താൽ മതി. ദിസ് വൺ. ഓക്കെ, ഫൈൻ. സോ ഇത് നമുക്ക് ആവശ്യമായിട്ട് നമുക്കിത് ആക്ച്വലി ഇതാണ് നമുക്ക് കൺവീനിയൻറ്റും. പ്രൈവറ്റോ പബ്ലിക്കോ എന്താക്കിയാലും ഈവൻ നമ്മളെ സൂപ്പർ ക്ലാസ് അതിൻ്റെ ഡേറ്റ മെമ്പേഴ്സ് ഈവൻ പബ്ലിക് ആക്കിയതാണെങ്കിൽ പോലും നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണിത്. നമ്മൾ അതായത് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് കോഡ് ഒഴിവാക്കാം. റൈറ്റ്? സോ അതാണ് നമ്മൾ പറയുന്നത്. There would be no way for a subclass to directly access initialize these variables on its own. If it is private ആണെങ്കിൽ അങ്ങനെ ഒരു നമുക്ക് അതൊന്നും ആക്സസ് ചെയ്യാനേ പറ്റില്ല. And since encapsulation is a primary attribute of OOP, object-oriented programming, it is not surprising that Java provides a solution to this problem. So information hiding അല്ലെങ്കിൽ information hidingും encapsulationും രണ്ടും ആക്ച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ് അല്ലേ. ഇൻഫർമേഷൻ ഹൈഡിങ് പോസിബിൾ ആവുന്നത് എൻകാപ്സുലേഷൻ കൊണ്ടാണ്. സോ അത് എൻകാപ്സുലേഷൻ നമ്മൾ സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുന്നതാണെങ്കിൽ ജാവ എന്തായാലും ഈ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തിയിരിക്കണം. അതായത് ഈ ചൈൽഡ് ക്ലാസ് എന്ത് ചെയ്യുന്നുള്ളത്. ചൈൽഡ് ക്ലാസ്സിന് പാരൻറ്റിൻ്റെ എല്ലാ ആട്രിബ്യൂട്ട്സും കിട്ടുമെന്നും പറയും, പക്ഷേ കൊടുക്കുന്നുമില്ലെങ്കിൽ, അതായത് കിട്ടുമെന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മളെ എൻകാപ്സുലേഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമ്മൾ ആർക്കും കൊടുക്കില്ല എന്നാണ് പറയുന്നത് അല്ലേ. നമ്മളെ ഡേറ്റ നമ്മൾക്ക് പ്രൈവറ്റ് ആണെന്നാണ് പറയും. സോ രണ്ടും അവിടെ ഒരു മിസ്മാച്ചാണ്. അവിടെ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ വെച്ചിട്ട് ചൈൽഡ് ക്ലാസ്സിന് നമ്മൾ ആട്രിബ്യൂട്ട്സ് കൊടുത്തിരിക്കണം. എൻകാപ്സുലേഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമ്മളെ ആട്രിബ്യൂട്ട്സ് ഒന്നും മറ്റുള്ളവർക്ക് കൊടുക്കരുതെന്നാണ്. സോ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ സൂപ്പർ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സൂപ്പർ ക്ലാസിൻ്റെ കൺസ്ട്രക്ടർ വിളിക്കാം. സോ നമുക്ക് ആക്സസ് ചെയ്യേണ്ട ആവശ്യമില്ല. ചൈൽഡ് ക്ലാസ്സിന് എന്ത് ചെയ്യേണ്ട? സൂപ്പർ ക്ലാസിൻ്റെ ആട്രിബ്യൂട്ട്സ് ആക്സസ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ യൂസിങ് സൂപ്പർ ടു കോൾ സൂപ്പർ ക്ലാസ് കൺസ്ട്രക്ടേഴ്സ്. ആസ് ഐ ടോൾഡ്, ഇങ്ങനെയാണ് അത് വിളിക്കുക. സൂപ്പർ എന്ന് പറയുന്ന ഒരു സൂപ്പർ മെത്തേഡ് എന്നും പറയാം. ഓക്കെ, സബ് ക്ലാസ് ക്യാൻ കോൾ എ കൺസ്ട്രക്ടർ ഡിഫൈൻഡ് ബൈ സൂപ്പർ ക്ലാസ് ബൈ യൂസ് ഓഫ് ദ ഫോളോയിങ് ഫോം ഓഫ് സൂപ്പർ. ഹിയർ ആർഗ്യുമെന്റ് ലിസ്റ്റ് സ്പെസിഫൈസ് എനി ആർഗ്യുമെന്റ്സ് നീഡഡ് ബൈ ദി കൺസ്ട്രക്ടർ. സോ ഒരുപാട് കൺസ്ട്രക്ടേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആർഗ്യുമെന്റ്സ് അനുസരിച്ച് ആണ് ഡിസൈഡ് ചെയ്യുക ഏത് കൺസ്ട്രക്ടറാണ് വിളിക്കേണ്ടതെന്നുള്ളത്. ഓക്കെ, സോ ബോക്സ് വെയ്റ്റിൻ്റെ വേറൊരു വേർഷനാണ് ഈ കാണിക്കുന്നത്. റൈറ്റ്, ബോക്സ് വെയ്റ്റ് എന്ന ക്ലാസ് ഇസ് ആക്ച്വലി എ സബ് ക്ലാസ് ഓഫ് ബോക്സ്. വെയ്റ്റ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് അതിന് അഡീഷണൽ ആയിട്ടുണ്ട്. അതുകൂടാതെ ബോക്സ് ക്ലാസ്സിൻ്റെ ആട്രിബ്യൂട്ട്സും അതിന് അവൈലബിൾ ആയിട്ട് കിട്ടും. എന്നാലും നമ്മൾ എന്ത് ചെയ്യാണ്? അത് ഡയറക്റ്റ്ലി ഇവിടെ ആക്സസ് ചെയ്യുന്നില്ല. WHD നമ്മൾ സൂപ്പർ ക്ലാസ്സിൻ്റെ കൺസ്ട്രക്ടറിലോട്ട് പാസ് ചെയ്യുകയാണ്. എന്നിട്ടാണ് ഇനീഷ്യലൈസേഷൻ ചെയ്യുന്നത്. ഓക്കെ, ബോക്സ് വെയ്റ്റ് എന്ന് പറഞ്ഞ കൺസ്ട്രക്ടറിൻ്റെ അകത്ത് വെയ്റ്റ് മാത്രം ഇനീഷ്യലൈസ് ചെയ്യും. ഓക്കെ, സോ ഇങ്ങനെ ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ബോക്സ് ക്ലാസ്സിൽ ഈ വെയ്റ്റ്, ഹൈറ്റ്, ഡെപ്ത് ഒക്കെ പ്രൈവറ്റ് ആക്കുന്നതിനും കുഴപ്പമില്ല. ഓക്കെ, സോ ബോക്സ് ക്ലാസ്സിന് ഒരുപാട് കൺസ്ട്രക്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഇതൊരു കൺസ്ട്രക്ടറാണ്. ദിസ് ഇസ് അനദർ കൺസ്ട്രക്ടർ. അങ്ങനെ 4 കൺസ്ട്രക്ടേഴ്സ് ഉണ്ട്. റൈറ്റ്, ഈ 4 കൺസ്ട്രക്ടേഴ്സും നമുക്ക് ഇതേ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ ബോക്സ് വെയ്റ്റ് ഈ കൺസ്ട്രക്ടർ, ഈ ബോക്സ് വെയ്റ്റിൻ്റെ കൺസ്ട്രക്ടർ ഇവിടെ സൂപ്പർ ഓഫ് OB എന്ന് പറയുന്നത് പാസ് ചെയ്യുമ്പം ഈ കൺസ്ട്രക്ടറാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആർഗ്യുമെൻറ്റ് ഈസ് ആൻ ഒബ്ജക്റ്റ് ഓവർ ദർ. സോ ഇവിടെ ആർഗ്യുമെൻറ്റ് ഒബ്ജക്റ്റ് ആവുന്ന കേസിൽ ആ കൺസ്ട്രക്ടറാണ് വിളിക്കപ്പെടുക. ഇത് നേരത്തെ പറഞ്ഞ അതേ കൺസ്ട്രക്ടറാണ്. ഇത് ഡീഫോൾട്ട് കൺസ്ട്രക്ടർ. ഓക്കെ, ഇത് ആർഗ്യുമെൻ്റ് ഒന്നും ഇല്ലാത്ത കൺസ്ട്രക്ടർ. സോ അതിനെ നമ്മൾ ഈ സൂപ്പർ ജസ്റ്റ് വിത്തൗട്ട് ആർഗ്യുമെൻറ്റ്സ് വിളിച്ചാൽ മതി. സൂപ്പർ വിത്തൗട്ട് ആർഗ്യുമെൻറ്റ്സ്. ഇത് ക്യൂബ് ക്രിയേറ്റ് ചെയ്യുമ്പം, സോ ആ കേസിൽ ക്യൂബ് ക്രിയേറ്റ് ചെയ്യുന്ന കേസിൽ ഏത് കൺസ്ട്രക്ടർ വിളിക്കുക? ദിസ് വൺ, ഈ കൺസ്ട്രക്ടർ. ഓക്കെ, അങ്ങനെ സോ അത് വെച്ചിട്ട് വിളിച്ചു. ഓക്കെ, ഫൈൻ. സോ അങ്ങനെ നമുക്ക്
യു ക്യാൻ സി ഓവർ ഹിയർ. ബോക്സ് വെയിറ്റിൻ്റെ ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യാം. ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണല്ലോ അല്ലേ, ന്യൂ കീവേഡ് വെച്ചിട്ട് കൺസ്ട്രക്ടർ വിളിക്കുകയാണ്. സോ ഇത് കൺസ്ട്രക്ടറിൻ്റെ അകത്ത് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു, റൈറ്റ്. ഇതൊക്കെ സാധാരണ പോലെ തന്നെ വോളിയം എന്ന് പറഞ്ഞ മെത്തേഡ് വിളിക്കുന്നത്, ഓരോ ഒബ്ജക്റ്റിൻ്റെയും വോളിയം മെത്തേഡ് വിളിക്കുന്നത്. ഓക്കെ. ഓക്കെ, സോ ദിസ് ഈസ് വൺ യൂസ് ഓഫ് സൂപ്പർ. സൂപ്പർ ഇസ് യൂസ് ഹിയർ. നമ്മൾ ഇന്നത്തെ എക്സാമ്പിൾ ഈ ടോപ്പിക്കിൽ ഈ ഒരു ലെക്ചറിൽ നമ്മൾ പറഞ്ഞത് സൂപ്പർ ഇസ് യൂസ് ഫോർ കോളിംഗ് ദി കൺസ്ട്രക്ടേഴ്സ് ഓഫ് സൂപ്പർ ക്ലാസ്. സൂപ്പർ കീവേഡ് വെച്ചിട്ട് you can use it for calling the constructor of the super class. Okay.